ഇപ്പം 2 ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷം ഇന്ന് ചെറിയൊരു ഇടവേളയുണ്ട് നമ്മുടെ സ്റ്റുഡിയോയുടെ പരിസരത്ത്. നമ്മൾ കോഴിക്കോട് നഗരത്തിലാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. ഈ ഭാഗത്ത് മഴ പെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു മലയോര മേഖലയിലൊക്കെ മഴ ചാറുന്ന അതുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, ബസ്സിലാണ് 2 ദിവസമായിട്ട് വരുന്നത്. കാരണം മഴ കനത്തോട് കൂട്ടിയിട്ട് ബൈക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചു. കാരണം ഈ ഡ്രസ്സ് ഇവിടെ എത്തുമ്പോഴേക്ക് ഈ റോഡിലെ വെള്ളക്കെട്ടുന്നും കുഴിയുന്നും ഒക്കെ ചളി തെറിച്ചിട്ടുമൊക്കെ നാശമാവുന്നുണ്ട്. ഇവിടെ വന്നിട്ട് അത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയ സമയം ബസ്സിലാണ്. അപ്പോൾ ഇന്ന് ബസ്സിൽ നിന്ന് ഞാനൊരു മിടുക്കിയെ പരിചയപ്പെട്ടു കേട്ടോ. കൊടുവള്ളി സ്വദേശിനി അമ്പിളി ദേവി കോഴിക്കോട് കരിക്കാംകുളത്തെ ഒരു ആയുർവേദ ആശുപത്രിയിലെ നഴ്സാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, വീട്ടിൽ കേരള വിഷനാണ് നെറ്റ്വർക്ക്, ഇതൊക്കെ പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞത്, കൊടുവള്ളി ഭാഗത്താണ് എൻ്റെ വീട്, അവിടെ പൂനൂർ പുഴ, അതിലൂടെ ഒഴുകുന്ന പുഴ, അത് പൂനൂർ പുഴയാണോ മുക്കം പുഴയാണോ എന്ന് അമ്പിളി ദേവിക്ക് ഒരു സംശയമുണ്ട്. മുക്കത്തുനിന്ന് ഒഴുകുന്നതാണോ പൂനൂർ പുഴ എന്നൊരു സംശയം ഉണ്ടെങ്കിലും ഏതായാലും പുഴ ഒഴുകിയിട്ടുണ്ട്, അവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, നല്ല ഹരാണ് വെള്ളം ഒക്കെ പൊങ്ങി വരുന്നത് കാണാനെന്നൊക്കെ പറഞ്ഞു. അമ്പിളി ദേവി ഒരു പോസിറ്റീവായിട്ടാണ് മഴയെ കണ്ടത്. പക്ഷേ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലക്കടക്കം മഴ നൽകിയിട്ടുള്ളത് നല്ലൊരു വിശേഷമൊന്നുമല്ല. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആശങ്കകൾ ബാക്കി വെച്ചുകൊണ്ടാണ് മഴ തൽക്കാലം വിട വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനിയും 5 ദിവസം ശക്തമായ മഴ ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ വാർത്ത എങ്ങനെയാണ്? ഇടവേളയ്ക്ക് ശേഷം ശക്തമായ മഴ കനത്ത നാശം വിതയ്ക്കുകയാണ്. ജില്ലയിലെ വിവിധ ഇടങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. 24 മണിക്കൂറിനിടെ 66 മില്ലിമീറ്ററാണ് ശരാശരി മഴ ജില്ലയിൽ പെയ്തത്. മലയോര മേഖലകൾ ഉൾപ്പെടെ മഴ തുടരുകയാണ്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനിടയിലായി. ഇന്നും ശക്തമായ മഴ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും എന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്നു. ആ വിവരമാണ് കാലാവസ്ഥാ കേന്ദ്രം നമുക്ക് ലഭ്യമാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ, അതിൻ്റെ വിവരങ്ങൾ മേഘ ഗോപി നൽകും. മേഘ, പറഞ്ഞോളൂ, മഴ എങ്ങനെ നമ്മളെ ബാധിച്ചു ഈ 2 ദിവസം? ഇന്ന് തൽക്കാലം മാറി നിൽക്കുന്നു. മഴ പെയ്തു പോയ വഴി എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ആശങ്ക, എന്തൊക്കെ നാശനഷ്ടങ്ങൾ? പറഞ്ഞോളൂ മേഘ. രാജേഷ്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയടക്കം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലടക്കം ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുപുഴയും അതുപോലെ തന്നെ ഇരുവഴിഞ്ഞി പുഴയും അടക്കം കര കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്ന് പുലർച്ചെയടക്കം വളരെ ശക്തമായ ഒരു മഴയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചത്. അതോടൊപ്പം തന്നെ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 66 മില്ലിലിറ്റർ ശരാശരി മഴയാണ് ജില്ലയിൽ പെയ്തതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളത്തിൽ അടിയിലായിട്ടുണ്ട്. ഇന്നും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. അതുപോലെ തന്നെ നാദാപുരം, കൊയിലാണ്ടി, വടകര ഇവിടെയെല്ലാം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്കടക്കം തകർച്ച നേരിട്ടു. വടകര കഴിഞ്ഞ ദിവസം മീത്തലെ മുക്കാളിക്ക് മടപ്പള്ളിയിലടക്കം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പണിത കൂറ്റൻ സംരക്ഷണ ഭിത്തി തകർന്നു വീണിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം നടന്നത്. ദേശീയപാതയിൽ കോൺക്രീറ്റ് ഭിത്തിക്ക് താഴെയാണ് ഈ പാത സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മുകളിലേക്ക് റോഡും ഇതിന് തൊട്ടടുത്ത് വീടുകളും അടക്കമുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഭിത്തി തകർന്ന് വീഴുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തടക്കം വലിയ ഗതാഗത തടസ്സമടക്കം നേരിട്ടു. അതുപോലെ തന്നെ മീതലെ മുക്കാളിയിൽ 2 ആഴ്ച മുമ്പുണ്ടായ സമാനമായ സംഭവമാണ് ഇന്നലെ മടപ്പള്ളിയിലും ഉണ്ടായത്. കുന്നിടിയാതിരിക്കാൻ പണിത സിമന്റ് പാളി കനത്ത മഴയിൽ തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. അതുപോലെ തന്നെ കൊയിലാണ്ടി മേഖലയിലും കനത്ത മഴയിൽ വൻ നാശനഷ്ടമുണ്ടായി. 33-ാം ഡിവിഷനിലെ വയൽപ്പുര ഭാഗവും അതുപോലെ തന്നെ അമ്പാടി റോഡും സമീപത്തെ കൊരയങ്ങാട് ക്ഷേത്ര മൈതാനമടക്കം വെള്ളത്തിലായ ഒരു സ്ഥിതിയുണ്ടായി. മഴവെള്ളം ഒഴുകിയിരുന്ന വഴികൾ അടഞ്ഞതും അതുപോലെ തന്നെ വർഷത്തിന് മുമ്പുള്ള ആവശ്യമായ ശുചീകരണ പ്രവർത്തികൾ നടത്താത്തതുമാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഇവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. പയ്യോളി, തിക്കോടി ആ ഭാഗങ്ങളിലെല്ലാം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതോടെ ഗതാഗത തടസ്സമടക്കം ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറുകളോളമാണ് ഇപ്പോൾ യാത്രക്കാർ ഈ ഒരു ദുരിതം നേരിടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. രാജേഷ്, തീർച്ചയായും
മഴ പോലെ പെയ്തിറങ്ങിക്കൊണ്ടാണ് മേഘ നിങ്ങൾക്ക് മഴ വരുത്തി വെച്ച ആശങ്കയും അതിൻ്റെ നാശനഷ്ടങ്ങളും അതിൻ്റെ സൂചനകളും ഒക്കെ നൽകിയത്. ഇനിയും വരും ദിവസങ്ങളും മഴ തുടരും എന്ന് തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും എല്ലാവരും ജാഗ്രത പാലിക്കുക. ഞായറാഴ്ചയാണെന്ന് കരുതി വിനോദസഞ്ചാര കേന്ദ്രം വിലക്കുള്ള എടുത്ത് പോകരുത്. കാരണം മലയോര മേഖലയിൽ പ്രത്യേകിച്ചും യാത്രകളൊക്കെ ഒന്ന് കുറയ്ക്കുക. ഈ മഴയൊന്ന് മാറി നിന്നതിന് ശേഷം നമുക്ക് പൂർവാധികം ശക്തിയിലും ഭംഗിയിലും നമുക്ക് നമ്മളെ വിനോദങ്ങളും യാത്രകളും ഒക്കെ ചെയ്യാം എന്ന് നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, അറിയിക്കുന്നു. വാർത്താപ്രഭാതം ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് വാർത്തകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.